നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എക്സൽ ഷീറ്റ് ഉപയോഗിച്ച് നമുക്ക് കോൺക്രീറ്റിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എക്സൽ ഷീറ്റാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഇതെങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ ഒരു ബ്ലാങ്ക് ഷീറ്റിന് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഫസ്റ്റ് സ്റ്റേജായിട്ട് നമ്മൾ വോളിയം കണ്ടുപിടിക്കും. ഇവിടെ വോളിയം കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ കോൺക്രീറ്റിൻ്റെ ഗ്രേഡ് കൊടുക്കും. ഗ്രേഡ് കൊടുക്കുമ്പോൾ ആ ഗ്രേഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിക്സ് റേഷ്യോ ഇവിടെ ഓട്ടോമാറ്റിക് വരും. ആ മിക്സ് റേഷ്യോയ്ക്കും വോളിയത്തിനും കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ബാഗ് സിമെൻറ്റ് വേണം, എത്ര ബാഗ് എംസാൻഡ് വേണം, എത്ര ബാഗ് അഗ്രഗേറ്റ് വേണം, അതായത് കോസഗ്രേറ്റ് 20 mm എന്താണെന്ന് വെച്ചാൽ 20 mm അത് എത്ര വേണം, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരുന്ന രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മളിപ്പോൾ ഒരു 50 cm ലെങ്ത്തും 50 cm വിഡ്ത്തും പിന്നെ അതിൻ്റെ ഒരു ഡെപ്ത് ഒരു 0.3 ഉണ്ടെന്ന് വെച്ചു. അങ്ങനത്തെ ഒരു 10 ഫുട്ടിനുണ്ട്. അപ്പോൾ നമുക്കതിന് വേണ്ട വോളിയം എന്ന് വെച്ചാൽ 0.75 m³ ആണ്. നമ്മളിവിടെ ഗ്രേഡ് M20, ഇപ്പോൾ M20 എടുക്കണം, M15 കൊടുക്കണമെങ്കിൽ M15 കൊടുക്കാം. M15 ആകുമ്പോൾ 1:4 അതിൻ്റെ മിക്സ് റേഷ്യോ ഓട്ടോമാറ്റിക് വന്നു. അതിന് വേണ്ട ഇത്ര ബാഗ് സിമെൻറ്റ്, എംസാൻഡ്, അഗ്രഗേറ്റ് ഓട്ടോമാറ്റിക് വന്നു. അതുപോലെ M20 ആണെങ്കിൽ എത്ര 6 ബാഗ്, എംസാൻഡ് ഇത്ര, അഗ്രഗേറ്റ് 22.2 ഓട്ടോമാറ്റിക് വരുന്നു. ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ എക്സൽ ഷീറ്റ് ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമൻറ്റിലുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. പുതിയൊരു ഷീറ്റിൽ നിന്ന്, ഒരു ബ്ലാങ്ക് ഷീറ്റിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മറ്റേ ഷീറ്റിലേക്കൊന്ന് പോയി നോക്കാം. രണ്ട് ഷീറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ Ctrl+Tab അതിൻ്റെ ഷോർട്ട് കട്ട്. Ctrl+Tab ചെയ്യുമ്പോൾ ഇതിലേക്ക് പോകും. പിന്നെ Ctrl+Tab ചെയ്ത് തിരിച്ചിങ്ങോട്ടും വരാം. ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് അതിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. വോളിയം നമുക്ക് എൻ്റർ ചെയ്ത് വാങ്ങിക്കാം. അപ്പോൾ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഡെപ്ത്ത്, പിന്നെ അതിന് കുറച്ച് എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ അതും കൂടി എൻ്റർ ചെയ്യാനുള്ള ഒരു സ്ഥലം. പിന്നെ വോളിയം, അതിൻ്റെ പ്രോഡക്റ്റായിട്ട് നമുക്ക് വോളിയം കിട്ടും. ഇത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവിടെ അതിൻ്റെ പ്രോഡക്റ്റ് കിട്ടും. നമുക്ക് ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫങ്ഷൻ ഉണ്ട്, നമുക്ക് അത് യൂസ് ചെയ്യാം. പ്രോഡക്റ്റ് ഇത് 4 കൂടിയുള്ള പ്രോഡക്റ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വോളിയത്തിൻ്റെ കാര്യം ഓക്കെ. നമുക്ക് ഇതിന് ചെറുതായി കൊടുക്കാം. നമുക്കൊന്ന് ബോൾഡ് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് ഒരു ബോർഡർ കൊടുക്കാം. നമുക്കിവിടെ എൻ്റർ ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. 2.5 വേണ്ട, അതൊരു 0.5, ഡെപ്ത് 0.3 നോക്കാം. നമ്പർ ഒരു 10, നേരത്തെ 0.75 പ്രോഡക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആണ്. ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഏത് നമുക്ക് അതിൻ്റെ മിക്സ് റേഷ്യോ എന്താണെന്ന് വെച്ചാൽ 1:1.5 ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന രീതി വേണമെങ്കിൽ അങ്ങനെ ഫോളോ ചെയ്യും. അതല്ല നേരത്തെ കണ്ടതുപോലെ നമുക്ക് ഗ്രേഡ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് അതിൻ്റെ മിക്സ് റേഷ്യോ വരുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമുക്കിപ്പോൾ ഏതായാലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ പോകാം. ഇതിൽ ഇവിടെ ഗ്രേഡ് ഒരു ഡ്രോപ്പ് ഡൗൺ ആയിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ആ ഡ്രോപ്പ് ഡൗൺ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഹൈഡ് ചെയ്തിരിക്കുകയായിരുന്നു. അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഞാൻ ഈ M7.5 മുതൽ M25 വരെയാണുള്ളത്. അത് ഇവിടെ അതിൽ നിന്നാണ് നമ്മൾ ഈ ഡ്രോപ്പ് ഡൗൺ ഇവിടെ എടുക്കുന്നത്. അത് എങ്ങനെയാണെന്ന് കാണുന്നത്, അത് ഡാറ്റ സെക്ഷനിൽ പോയിട്ട് ഡാറ്റ വാലിഡേഷൻ കൊടുത്തിരിക്കുന്നതാണത്. അതിൻ്റെ സോഴ്സ് കൊടുത്തിരിക്കുന്ന നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് ഇവിടേക്കുള്ള ഡ്രോപ്പ് ഡൗണിൻ്റെ സോഴ്സായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ഒന്നുകൂടി ടൈപ്പ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഇതിൻ്റെ കോപ്പി തന്നെ എടുത്തിട്ട് ഞാൻ നമ്മുടെ പുതിയ ഷീറ്റിൽ
ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. ഞാനിതിവിടെ പേസ്റ്റ് ചെയ്തു. ഇനി എനിക്ക് ഈ സെല്ലിലേക്കാണ് ആ ഡാറ്റ വേണ്ടത്, ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് വരേണ്ടത്. അതിന് ഡാറ്റയിൽ പോവുക, ഡാറ്റ വാലിഡേഷൻ, എനി വാല്യൂസ് എന്നുള്ളത് മാറ്റിയിട്ട് എനിക്കൊരു ലിസ്റ്റാണ് വേണ്ടത്. M7.5 ഒരു ലിസ്റ്റാണ് വേണ്ടത്. എന്നിട്ട് അതിൻ്റെ സോഴ്സ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡ്രോപ്പ് ഡൗൺ കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് ഈ ഒരു ലിസ്റ്റാണ് നമ്മൾ ഡ്രോപ്പ് ഡൗണിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഡ്രോപ്പ് ഡൗൺ ആയിട്ട് 7.5 മുതൽ M25 വരെ കിട്ടും. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് മിക്സ് റേഷ്യോ ആണ്. മിക്സ് റേഷ്യോ നമുക്ക് ഇവിടെ കിട്ടുന്ന ഇതൊന്ന് നമുക്കൊന്ന് മെർജ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇതൊന്ന് മെർജ് ചെയ്തേക്കാം. മിക്സ് റേഷ്യോ നമുക്ക് ഈ മൂന്ന് സെല്ലിലായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് നോക്കാം. നമുക്ക് ഫസ്റ്റ് വേണ്ടത് സിമെൻറ്റിൻ്റെ പാർട്ട്, രണ്ടാമത്തേൽ നമുക്ക് സാൻഡിൻ്റെതും, മൂന്നാമത്തേൽ അഗ്രിഗേറ്റും. അപ്പോൾ ഇത് സിമെൻറ്റ്, ഇത് സാൻഡ്, ഇത് അഗ്രിഗേറ്റ്. നമുക്ക് ഒരു വി ലുക്കപ്പ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമുക്കിവിടെ യൂസ് ചെയ്യും. വി ലുക്കപ്പ് ആദ്യം തന്നെ അവർ ചോദിക്കുന്ന ലുക്കപ്പ് വാല്യൂ ആണ്, എന്താണ് നോക്കേണ്ടത്, അതാണ് ഈ ഫംഗ്ഷനിൽ ആദ്യത്തെ വാല്യൂ. അതായത് നമുക്ക് വേണ്ടത് M10 എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമതായിട്ട് നമുക്ക് ടേബിൾ വരെ, അത് എവിടെ നിന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഈ ഒരു ടേബിൾ ഉണ്ടോ, ഈ ഒരു ടേബിളിൽ നിന്നാണ് നമുക്ക് ആ ഒരു വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് അതിന് മാച്ചിങ് ആയിട്ട് M10 അത് മാച്ചിങ് ആയിട്ട് കഴിഞ്ഞാൽ ഈ ടേബിളിലെ കോളം ഇൻഡെക്സ് എത്രാമത്തെ കോളമാണ് നമുക്ക് ഈ കോളം ഇവിടെ വേണ്ടത്. ഈ സെല്ലിൽ നമുക്ക് ഇത് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം. അപ്പോൾ നമുക്ക് സെക്കൻഡ് കോളം അത് എപ്പോഴും 1 തന്നെയായിരിക്കും. സ്റ്റിൽ നമുക്ക് സിമെൻറ്റിൻ്റെയും നമുക്ക് എല്ലാത്തിലും കൊടുക്കാം. അപ്രോക്സിമേറ്റ് മാച്ചാണോ, ട്രൂ എക്സാക്റ്റ് മാച്ചാണോ? നമുക്ക് എക്സാക്റ്റ് മാച്ച് വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫോൾസ് കൊടുക്കുക. ഇത് നമുക്ക് 1 എന്ന് കിട്ടി. ഇത് നമുക്ക് കോപ്പി ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ സെല്ലിൽ പേസ്റ്റ് ചെയ്യാം, ഈ സെല്ലിലും പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇതിൽ വന്നിട്ട് നമുക്ക് കോളം ഇൻഡെക്സ് എന്ന് പറഞ്ഞത് 3 കൊടുക്കാം. ഇതിൽ നമുക്ക് 4 കൊടുക്കാം. അതായത് ഇതിൽ നമ്മൾ ആകെ മാറ്റി കൊടുത്ത കോളം ഇൻഡെക്സ്, അതായത് ഈ ടേബിളിൽ കോളം ഇൻഡെക്സ് 3 കൊടുത്തപ്പോൾ മൂന്നാമത്തെ കോളം ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുക. അതുപോലെ നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ 4 കൊടുത്തത്, അപ്പം 4 1 2 3 4 ഉണ്ട്, 4ാമത്തെ ആയിരിക്കും നമുക്ക് ഇവിടെ റിട്ടേൺ ചെയ്ത് കിട്ടുക. M10ൻ്റെ 136, M10ൻ്റെ 136 നമുക്ക് ചേഞ്ച് ചെയ്തൊന്ന് ട്രൈ ചെയ്ത് വെക്കാം. M15 കൊടുത്ത് വെക്കാം. 124, M20 1.53 ഉണ്ട്. നമുക്ക് മിക്സ് റേഷ്യോ കിട്ടുന്നത് വരെ നമുക്കിപ്പോൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കിതിൻ്റെ ആവശ്യം കഴിഞ്ഞു. ഇത് നമുക്ക് ഹൈഡ് ചെയ്തിട്ടേക്കാം. ഇതിവിടെ കിടക്കുമ്പോൾ നമുക്കൊരു എനിക്കത് അങ്ങനെ കിടക്കണം എന്ന് തോന്നിയില്ല. നിങ്ങൾക്ക് കിടക്കണം എന്നുണ്ടെങ്കിൽ അത് ഹൈഡ് ചെയ്യണം എന്നില്ല, കുഴപ്പമില്ല. എനിക്കത് കിടക്കേണ്ടാത്തതാണ് നന്നായിട്ട് തോന്നിയത്. എനിവേ നമുക്കിനി ഓരോന്നിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണം എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? സിമെൻറ്റ് വേണം, സാൻഡ് വേണം, അഗ്രിഗേറ്റ് വേണം. സിമെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. സിമെൻറ്റ്, സാൻഡ്, അഗ്രിഗേറ്റ് നമ്മൾ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണണമെന്ന് ഞാനൊന്ന് ആവശ്യപ്പെടുകയാണ്. എന്നാലാണ് നമുക്കിത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ലാസ്റ്റ് വീഡിയോയിൽ നമുക്ക് മാനുവലി ഒരു കാൽക്കുലേഷൻ യൂസ് ചെയ്ത് ഒരു കോൺക്രീറ്റിൽ നിന്ന് എത്ര ബാഗ് സിമെൻറ്റ്, എത്ര CFT സാൻഡ്, എത്ര CFT അഗ്രിഗേറ്റ് വേണമെന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തത്. അത് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. അത് നിങ്ങൾ നോക്കി അത് കണ്ടതിന് ശേഷം ഇത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലിയർ ആയിരിക്കും നിങ്ങൾക്ക്. പിന്നെ ഇതിന് ശേഷമാണെങ്കിലും കണ്ടാലും മതി. അത് പക്ഷേ നിങ്ങൾ കാണാതെ പോകരുത്. അത് കണ്ടാലേ നമുക്ക് ഇത് ക്ലിയർ ആവുള്ളൂ, ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇത് കണ്ടവരാണെങ്കിൽ ഞാനിവിടെ ഫോർമുല ഞാനിവിടെ കൊടുക്കാം. സിമെൻറ്റിൻ്റെ നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ടോട്ടൽ എത്ര പോർഷനാണോ അതിൽ നിന്ന് സിമെൻറ്റിൻ്റെ എത്ര പോർഷൻ ഇൻറ്റു വോളിയം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫോർമുല ഇങ്ങനെ കൊടുക്കാൻ നോക്കാം. ഈക്വൽ ടു വെച്ചിട്ടായിരിക്കും മിക്സറിൽ എല്ലാ ഫോർമുലയും സ്റ്റാർട്ട് ചെയ്യണം. ഈക്വൽ ടു നമുക്ക്
എത്ര പോർഷൻ സിമെൻറ്റ് വരുന്നത് 1 പോർഷനാണ്. ഔട്ട് ഓഫ് അപ്പോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര പോർഷൻ എന്ന് പറയാം, ഇത് സം ഓഫ് ഇത് കൊടുക്കുക ഇൻറ്റു. ഇനി നമുക്കൊരു 1.54 എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട്, കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം. അത് നമുക്ക് വെറ്റ് മിക്സ് ആകുമ്പോൾ ഇത് കോമ്പാക്റ്റ് ഡ്രൈ മിക്സ് എടുത്തു കഴിഞ്ഞിട്ട് അത് കോമ്പാക്റ്റ് ആകുമ്പോഴത്തേനും കുറച്ച് വോളിയം കുറയും. അപ്പോൾ അതിനുള്ള ഡ്രൈ മിക്സിൽ ഒരു 1.54 എക്സ്ട്രാ എടുക്കണം. ആ ഒരു ഫാക്ടറാണ് നമ്മളിപ്പോൾ ഈ മൾട്ടിപ്ലൈ ചെയ്തത് ഇൻറ്റു നമ്മുടെ വോളിയം ചെയ്യും. ഇപ്പം നമുക്ക് എം ക്യൂബിൽ കിട്ടി. ഇനി നമുക്കതിനെ ഒരു വെയ്റ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡെൻസിറ്റി വെച്ച് നമുക്ക് ഇൻറ്റു ചെയ്യാം. സിമെൻറ്റിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 1.1440 ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കിലോ വേണം എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമുക്കൊരു ബാഗ് സിമെൻറ്റിൽ വരുന്നത് 50 kg ആണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര ഒരു കിലോ കിട്ടി ഡിവൈഡഡ് ബൈ 50. ഇതാണ് നമുക്ക് എത്ര ബാഗ് സിമെൻറ്റ് വേണം എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുക. അപ്പോൾ ഇതിന് നമുക്ക് 6.048 അത്രയും ബാഗ്സ് യൂണിറ്റാണ്. ഞാനിത് ഡെസിമൽ പ്ലേസ് കുറയ്ക്കാൻ നോക്കുകയാണ്. ഒരു ഡെസിമൽ പ്ലേസിൻ്റെ ആവശ്യമുണ്ടാവുള്ളൂ. അങ്ങനെയാണ് നമുക്ക് സിമെൻറ്റ് കണ്ടുപിടിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സാൻഡ് എത്ര CFT വേണം എന്നുള്ളത് നോക്കാം. ഈക്വൽ ടു സാൻഡിൻ്റെ പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് 1.5. അപ്പോൾ അത് ആ സെല്ല് നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ സമ്മ് കൊടുക്കുന്നു. ഇത് മൂന്നിൻ്റെയും കൂടി സമ്മ് നമ്മൾ എടുക്കുന്നു. നേരത്തെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത ഫാക്ടർ 1.54 ഇൻറ്റു ചെയ്യുന്നു ഇൻറ്റു വോളിയം. ഇപ്പോൾ നമുക്ക് എം ക്യൂബിൽ കിട്ടി. നമുക്ക് CFTയിലാണല്ലോ വേണ്ടത്. അപ്പോൾ എം ക്യൂബിനെ CFTയിലേക്ക് വെക്കാൻ 35.315 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര CFT സാൻഡ് വേണമെന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് CFT ആണ് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇവിടെ ഇട്ട് കൊടുത്തേക്കാം. അതുപോലെ അഗ്രിഗേറ്റ് സിമിലറാണ്. സാൻഡും അഗ്രിഗേറ്റും നമുക്ക് വലിയ വ്യത്യാസമില്ല. ആ പോർഷൻ മാത്രം ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ഈക്വൽ ടു ഇത് ഡിവൈഡഡ് ബൈ സം. ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടി സമ്മ് നമ്മളെടുക്കും ഇൻറ്റു 1.54 സെയിം ഫാക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞത്. വോളിയം നമുക്ക് എം ക്യൂബിൽ കിട്ടി. ഇനി നമുക്ക് CFTയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 35.315. ഇത് നമുക്ക് 22 CFT കിട്ടും. CFT ഇതും നമുക്ക് ഇത്രയും ഡെസിമൽസ് വേണ്ട, ഇതൊന്ന് കുറച്ചേക്കാം. ഒരു ഡെസിമൽ വിൽ ബി സഫീഷ്യൻറ്റ്. ഇങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. നമുക്കൊന്ന് കളർ കോഡ് കൊടുക്കാം. ഈ മൂന്നെണ്ണമാണ് നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ കൊടുത്തതുപോലെ തന്നെ ഒരു യെല്ലോ കളർ കൊടുക്കാം. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. ഫോർമുലയുണ്ട്, എക്സ്പെർട്ട് അത് ടച്ച് ചെയ്യാതിരിക്കുക. ഇതും നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നതാണ്. ഇതും ടച്ച് ചെയ്തിരിക്കുക. ഇതും നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നതാണ്. ഇതും ടച്ച് ചെയ്യാതിരിക്കുക. നിങ്ങൾക്കിത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഭംഗിയാക്കാം. ദാറ്റ് ഈസ് നോട്ട് നെസസറി. നമ്മുടെ ഫങ്ഷൻ, നമ്മുടെ ഒരു പർപ്പസ് നടക്കാൻ വേണ്ടിയിട്ട് ദിസ് ഈസ് ഇനഫ്.